കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദർ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അതായത് നാളെ രാത്രി ഇടാനുള്ള എപ്പിസോഡിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആണ്. അപ്പോൾ ഇന്ന് എല്ലാവരും തന്നെ ചാനലിനകത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് എല്ലാവരും ആകാംക്ഷയിരിക്കുന്ന ആ കേക്ക്, ആ ഒരു പീസ് കേക്ക് എന്താകും, ആരുടെ കയ്യിലെത്തും, ആരാ കേക്ക് കഴിക്കും. എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് കേക്ക് സഞ്ചരിക്കുന്ന വഴികളാണ് ഇന്നത്തെ എപ്പിസോഡ് ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിന് കമൻസ് ഷെയർ ലൈക്സിന് ആരും മറക്കണ്ട കേട്ടോ. ഈ കാണുന്നവരിനകത്ത് കുറച്ച് കൂടുതൽ പേർക്കും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മനസ്സ് കാണിക്കണമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുവാണ്. അത് പറ്റുവാണെങ്കിൽ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മളെല്ലാവരും ഇന്നലെ കണ്ട എപ്പിസോഡിൻ്റെ അവസാനം അറിയാമല്ലോ. അത് പപ്പിമോൾ നേരെ പൊന്നി ചേച്ചിയെടുത്ത് വന്നിട്ട് ഒരു കേക്കിൻ്റെ പീസ് ചോദിക്കുന്നു. അപ്പോഴത്തേക്കും കാർത്തിക ഓൾറെഡി തന്നെ ആ ചെറിയ വെച്ച കേക്കിൻ്റെ പീസ് കാർത്തിക എന്താണ് കയ്യിലെടുത്തു. ആർക്ക് വേണ്ടിയിട്ടാണ്? ഷാലിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയായിട്ട് കാർത്തിക എടുത്ത കേക്ക് കണ്ടിട്ട് നമ്മുടെ പപ്പിമോൾ പറയുമോ, അല്ല എനിക്ക് ആ പീസ് തന്നെ വേണം, അതായത് ആ ചെറിയ വെച്ച കേക്കിൻ്റെ പീസ് തന്നെ വേണമെന്ന് ഒറ്റ വാശി നിൽക്കുകയാണ് നമ്മുടെ പപ്പിമോളുടെ വാശി കേട്ടിട്ട് ഈ കാർത്തികയാണെങ്കിലോ ആ കേക്ക് കൊടുക്കാൻ തയ്യാറാകുന്നത്. അപ്പോൾ ലാസ്റ്റ് പൊന്നു പറയും, എന്തുവാ കാർത്തിക, കുഞ്ഞു കൊച്ചിനോടാണോ ഒരു കേക്കിൻ്റെ പീസിന് വേണ്ടി ഇത്രയും വാശി കാണിക്കുന്നത്? കാർത്തിക അത് കൊടുക്കുക, കാർത്തിക ചെറിയ പോരെ, ഞാൻ ചെറിയ തനിയെ കൊണ്ടുതരാം, അത് വെച്ചിട്ടുള്ള കേക്കായിട്ട് കാർത്തിക കഴിച്ചോ, ആ കൊച്ചിൻ്റെ കൈ ആ കേക്ക് കൊടുക്കുക. ഇന്നൊന്നുമില്ലെങ്കിൽ പപ്പിമോൾ ഇവിടെ ബർത്ത്ഡേക്കുകളല്ലേ. അവസാനം കാർത്തിക ഈ കുഞ്ഞ് പീസ് കേക്ക് എടുത്ത് നമ്മുടെ പപ്പിമോളുടെ കൈ കൊടുക്കുവാണ്. കാരണം പൊന്നി ചേച്ചി ഒരൊറ്റ പറഞ്ഞ് അതൊപ്പം പപ്പിമോളുടെ അടങ്ങാത്ത വാശി കൂടെ ആകുമ്പോൾ ലാസ്റ്റ് കൊടുക്കുക. പക്ഷേ കൊടുക്കുന്നതിന് മുന്നേ ഒരല്പം ഒരു ഇത്തിരിയെങ്കിലും മനുഷ്യപ്പറ്റുള്ള വ്യക്തിയാണെങ്കിൽ, കാരണം വിഷ്ണു അവളെ രക്ഷിച്ചുകൊണ്ട് വന്ന അവളെ ജീവൻ അവസാനിക്കാൻ പോയ സ്ഥലത്തുനിന്ന് രക്ഷിച്ചുകൊണ്ട് വന്നതാണ്. ആ വിഷ്ണുവിന് ഇത്രമാത്രം സ്നേഹിക്കുന്ന കുട്ടിയാണെന്ന് അറിഞ്ഞിട്ട് പോലും അത്രയും ചെറിയൊരു കുട്ടിയോട് ഈ ഒരു ക്രൂരത കാണിക്കാൻ, ആ കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാവും എന്നറിഞ്ഞിട്ട് ഈ ഒരു കേക്ക് കൊടുക്കാൻ കാണിക്കുന്ന ഒരു ക്രൂരമായ ഒരു മനസ്സുണ്ടല്ലോ, അത് ഭയങ്കര തന്നെ. അപ്പോഴത്തേക്കും പൊന്നി ചേച്ചി നേരെ ഈ കേക്കിൻ്റെ ട്രെയും കൊണ്ട് നേരെ മധുശ്രീയുടെ പോയി ഒരു പീസ് എടുക്കുന്നു. അപ്പോഴത്തേക്കും മധുശ്രീ പറയും പൊടി എന്ന് പറഞ്ഞിട്ട് മധുശ്രീ എന്താണ് പൊന്നി ചേച്ചി വഴക്ക് പറഞ്ഞ് വിടുമ്പോഴത്തേക്കും പൊന്നി ചേച്ചി എന്താണ്, നീ എന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് അത് പൊന്നി ചേച്ചി അങ്ങ് പോകണം. അപ്പോഴത്തേക്കും ഈ കേക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുമ്പം ഈ എന്താണ് മധുശ്രീയോട് വന്നിട്ട് പറയുക, മധുശ്രീ കേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അത് സാരമില്ല കാർത്തികേ, എനിക്കിപ്പം വലിയവർ തന്നെ വീണ് കിട്ടണമെന്നില്ല, എനിക്കൊരു കുഞ്ഞു കൊച്ചാണെങ്കിലും എനിക്കതൊന്നും കുഴപ്പമില്ല. നീ ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എന്തൊരു ക്രൂരാന്നൊക്കെ ആക്കി നീ ചിന്തിക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെ അടി, എനിക്ക് ആരായാലും വേണ്ടിയില്ല. പക്ഷേ ശാലിനി ഉണ്ടല്ലോ, അവളുടെ കണ്ണിൽ നിന്ന് ഒരു ഇറ്റ് കണ്ണീര് എനിക്ക് കാണാൻ വേണ്ടി എന്ത് ചെയ്യാൻ എനിക്ക് മടിയില്ല. അതിനു വേണ്ടി ഇനി ആരെ കുരുതി കൊടുത്താലും എനിക്കത് സന്തോഷമേ ഉള്ളൂ. ഇതിപ്പോൾ അവളുടെ അനിയത്തിയുടെ സ്വന്തം കൊച്ചല്ലേ, അവൾക്ക് നല്ല പോലെ പൊള്ളും, അത് തന്നെ എനിക്ക് കണ്ടാൽ മതി. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ആനന്ദമൊന്നുമില്ല. എന്നിട്ട് കാർത്തികയോട് ഇവിടുത്തെ പറയുന്നെങ്കിലും കാർത്തിക അപ്പോഴും ഈ കേക്ക് എന്തെങ്കിലും ചെയ്യാം, പക്ഷെ അന്നേരം കാർത്തിക ചെയ്തില്ല. അങ്ങനെ കാർത്തിക മസ്ത്രി മാറി നോക്കിക്കോ ഈ കേക്ക് എന്താ സംഭവിക്കാൻ വന്നത്. അപ്പം കേക്ക് എന്താണ് പപ്പിമോള് വായി വെച്ച് കഴിക്കുന്നത്. പപ്പിമോള് നേരെ ചെന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്കാണ് ഈ കേക്കും കൊണ്ടുവന്നത്. വിഷ്ണു അച്ഛൻ ഞാൻ കേക്ക് തരാൻ മറന്നുവല്ലോ, ആ നിനക്ക് ഇപ്പോഴെങ്കിലും ഓർമ്മ വന്നല്ലോ, ഞാൻ വിചാരിച്ചു നീ എന്നെ മറന്നാണ്. അങ്ങനെ എനിക്ക് വിഷ്ണു അച്ഛനെ മറക്കാൻ പറ്റുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ലാസ്റ്റ് എന്താണ് നമ്മുടെ പപ്പിയുടെ ആ ബർത്ത്ഡേയുടെ ഒരു തൊപ്പി ഉണ്ടല്ലോ അത് ഇങ്ങോട്ടേക്ക് മാറി. അപ്പം വിഷ്ണു എന്താണ് അവിടെ ഇരുന്നിട്ട് ക്യാപ്പൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ട് നേരെ വിഷ്ണുവിൻ്റെ അടുത്ത് ഈ കേക്ക് കുഞ്ഞു കൊടുക്കാൻ പറയുമ്പോൾ എനിക്ക് വേണ്ട മോള് കഴിച്ചു, അത് പറ്റത്തില്ല, ഞാൻ വിഷ്ണു അച്ഛന് വേണ്ടി കൊണ്ടുവന്നേ, ചെറിയുള്ള പീസ് നോക്കി വിഷ്ണു അച്ഛന് തന്നെ കൊണ്ടുവന്ന് പറയുമ്പം ഈ കാർത്തിക നോക്കും, അയ്യോ വിഷ്ണുവിൻ്റെ കയ്യിലേക്കാണോ കേക്ക് പോകുന്നത്, എനിക്ക് ആരായാലും സാരമില്ല എന്ന് മത്സരി ഒരറ്റം. കാരണം എന്താ വെച്ചാൽ വിഷ്ണു അടിപൊളി, വിഷ്ണു തന്നെ കഴിക്കണം. അപ്പം ശാലിനിക്ക് ജീവിതകാലം മൊത്തം ആലോചിച്ച് കരയാൻ ഇത് തന്നെ മതി. ഇതിപ്പം എന്താണ് പപ്പിമോള് കഴിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് വിഷ്ണു കഴിക്കാൻ തന്നെയാണ്. വിഷ്ണു ഇല്ലാതാകുമ്പം ശാലിനിക്ക് വരുന്ന ഒരു വിഷമമുണ്ടല്ലോ അതൊക്കെ ജീവിത അവസാനം വരെ കാണും. അപ്പം ഇത് തന്നെ അടിപൊളി. അപ്പോൾ ഈ കേക്ക് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ലാസ്റ്റ് നമ്മൾ പപ്പിമോൾ നീട്ടുമ്പോൾ അങ്ങനെ വിഷ്ണു ലാസ്റ്റ് ആ കേക്ക് മേടിക്കുവാണ്. അപ്പം വിഷ്ണു ആ കേക്ക് മേടിച്ചിട്ട് വിഷ്ണു എന്താണ് ആദ്യം പപ്പിമോൾക്ക് ഒരു ചെറിയൊരു പീസ് കൊടുക്കുക. പക്ഷേ അതെന്താണ് ചെറിയുടെ പീസല്ല കൊടുക്കുന്നത്, അല്ലാത്തൊരു ഭാഗത്തിന് പീസ് കൊടുക്കുമ്പോൾ മോൾ എന്താണ് ആ കേക്കിൻ്റെ പീസ് കഴിച്ചിട്ട് ബാക്കി കേക്കിൻ്റെ ഭാഗം വിഷ്ണു അച്ഛൻ തന്നെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പം വിഷ്ണു എന്താണ് പപ്പിമോൾ അങ്ങോട്ടേക്ക് മാറുമ്പോഴത്തേക്കും ആ കേക്കിൻ്റെ പീസ് കൈ വെച്ചിരിക്കുമല്ലേ, കഴിച്ചിട്ടില്ല. അപ്പോഴത്തേക്കും നേരെ വിഷ്ണു ശാലിനി ഓർക്കും. അപ്പോൾ ശാലിനിയുടെ അടുത്തേക്ക് പോകാനായി കേക്കിൻ്റെ പീസും കൊണ്ടുപോയി നോക്കുമ്പോഴത്തേക്കും ശാലിനി അവിടെ ഒറ്റയ്ക്ക് നിന്ന് ആലോചിക്കില്ലേ. അപ്പോൾ ശാലിനിക്ക് ഈ കേക്ക് കൊടുത്തിട്ട് എടോ താൻ കേക്ക് കഴിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ശാലിനി എനിക്ക് വേണ്ടെന്ന് പറയും. അതെന്താ വേണ്ടെന്ന്, ഞാൻ തന്നാലും താൻ കഴിക്കത്തില്ലേ. ഇപ്പം വിഷ്ണുവേട്ടനെ തരാനൊക്കെ ഞാനല്ലല്ലോ, തരാനൊക്കെ അവകാശപ്പെട്ട വ്യക്തികൾ വേറെ അല്ലേ ഇരിക്കുന്നത്, അപ്പോൾ അവർക്കല്ലേ കൊടുക്കണ്ടേ, എനിക്കാണെന്ന് പറഞ്ഞിട്ട് ശാലിനി ആ കേക്ക് വേണ്ടെന്ന് സമ്പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് തന്നെ നിൽക്കും. അപ്പം മധുശ്രീയും കാർത്തികയും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് നോക്കിക്കൊണ്ട് ഇപ്പം ശാലിനി പഠിക്കാം ആ വിഷ്ണുവിൻ്റെ കൈ കൊണ്ട് തന്നെ ഇവർക്ക് അവസാനം വിഷം കൊടുക്കുമല്ലോ എന്നുള്ള രീതി ഭയങ്കര രസകരമായി നോക്കിക്കൊണ്ടിരിക്കുക എന്ത് സംഭവിക്കുന്നത്. അപ്പം ശാലിനി ആ കേക്ക് മേടിക്കുന്നില്ല. അപ്പോഴത്തേക്ക് അടുത്തത് എൻ്റെ സത്യമോൾ വന്ന് ഇതിപ്പം കേക്കിൻ്റെ സഞ്ചാരത്തോട് സഞ്ചാരം ഒരാളുടെ കയ്യിൽ നിന്ന് മാറിയ ഒരാളുടെ കയ്യിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പം സത്യമോളുടെ കയ്യിലേക്ക് സത്യമോൾ നോക്കിയിട്ട് ഹായ്
ഈ ഉള്ള പീസിൻ്റെ കേക്ക് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ആ കേക്കിനെ നോക്കി കുഞ്ഞ് നിൽക്കുക. അപ്പോഴത്തേക്കും വിഷ്ണു എന്താണ് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും സത്യമോള. അപ്പം സത്യമോളെ കണ്ടിട്ട് ചോദിക്കുമോ, മോൾക്ക് ഈ പീസ് വേണോ ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് ബിഗ് ഫ്രണ്ട് ഈ പീസ് തരുമോ? അപ്പോഴത്തേക്കും തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ശാലിനി ഒരു നോട്ടം നോക്കിയിട്ട് വിഷ്ണു ആ കേക്ക് എടുത്ത് നമ്മുടെ സത്യമോളുടെ കൈ കൊടുക്കുക. അപ്പം ശാലിനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും വിഷ്ണു എന്താണ് ഇത് കൊടുത്തിട്ട് അകത്തേക്ക് കയറി പോകുമ്പം ശാലിനി ഈ കേക്കിന് എന്താണ് മോളോട് ചോദിച്ചെടുക്കുമോ, മോളെ അമ്മയ്ക്ക് ഈ പീസിൻ്റെ കേക്ക് തരുമോ? അപ്പോഴത്തേക്കും നമ്മുടെ സത്യമോൾ പറയുമോ തരാൻ പറ്റത്തില്ല എന്നുള്ള രീതി. അമ്മയ്ക്ക് ഞാൻ നേരത്തെ ഒരു പീസ് തന്നായിരുന്നല്ലോ, പിന്നെ എന്തിനാ ഇപ്പം ഈ പീസ് അമ്മയ്ക്ക്? അല്ല മോളെ പ്ലീസ് പ്ലീസ് അമ്മയ്ക്ക് ഈ പീസിൻ്റെ കേക്ക് അമ്മയ്ക്ക് തരാമോ മോളെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ലാസ്റ്റ് അമ്മയ്ക്ക് ഞാൻ വേണമെങ്കിൽ ഈ കേക്കിൻ്റെ പീസൊക്കെ തരാം, പക്ഷേ ഇതിൻ്റെ ചെറി ഞാൻ എടുക്കും എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ചെറി മോൾ എടുത്തോ, എനിക്ക് ആ കേക്കിൻ്റെ പീസ് മാത്രം തന്നാൽ മതി എന്ന് പറയുമ്പം ലാസ്റ്റ് എന്താണ് കുഞ്ഞ് ആ ചെറിയുടെ പീസ് അങ്ങ് മാറ്റിയിട്ട് ആ കേക്ക് മാത്രം ശാലിനിയുടെ കൈ കൊടുക്കും. അപ്പോൾ ഇതും മധുശ്രീയും കഥയും നോക്കിയോ, ഇതിപ്പം ഈ ചെറിയും കേക്ക് ആരുടെ കയ്യിലേക്ക് കൈമാറി പോയിക്കൊണ്ടിരിക്കുക. വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ശാലിനിയുടെ കയ്യിൽ നിന്ന് എന്താ കുഞ്ഞിൻ്റെ കയ്യിലേക്ക്. ഇതിപ്പോൾ ആരുടെ കയ്യിലേക്ക് എത്താൻ പോകുന്നത് അറിയാതെ ഇവരത് എക്സൈറ്റ്മെൻറ്റിൽ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ആരുടെ കൈ കിട്ടിയാലും കുഴപ്പമില്ല എന്നാണ് രണ്ടെണ്ണത്തിൻ്റെയും മട്ട്. അപ്പം ലാസ്റ്റ് എന്താണ് ശാലിനി വിഷ്ണു അകത്ത് പോയി സത്യമോൾ എന്താണ് ഈ ചെറിയുടെ പീസും കൊണ്ട് അങ്ങ് അകത്തേക്ക് പോകും. ചെറി ഇപ്പോഴും സത്യമോളുടെ കയ്യിലായിരിക്കുന്നത്. അപ്പോൾ ശാലിനി ആ കേക്കിന് എന്താണ് ആസ്വദിച്ച് കഴിക്കുക. കാരണം വിഷ്ണുവിൻ്റെ മുന്നിൽ വെച്ച് വിഷ്ണു തന്ന സ്നേഹത്തോട് തന്ന് കഴിക്കാൻ വയ്യ. പക്ഷേ വിഷ്ണുവിൽ നിന്ന് വിഷ്ണു മാറിയതിന് ശേഷം കഴിക്കാൻ ശാലിനിക്ക് അത്ര ആഗ്രഹം കൊതിക്കത് ശാലിനി അവിടെ നിന്ന് കഴിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ സത്യമോൾ ഈ കേക്കിൻ്റെ അകത്തുള്ള ആ ചെറിയും കൊണ്ട് അകത്തേക്ക് പോകുമ്പോഴത്തേക്കും പപ്പിമോൾ നോക്കുമ്പോൾ ഇത് ഞാൻ വിഷ്ണു അച്ഛന് കൊടുത്ത ചെറിയുടെ പീസാണല്ലോ, അതെങ്ങനെ നിൻ്റെ കയ്യിൽ വന്നിട്ട് അത് എൻ്റെ പീസാണ്, എനിക്ക് വിഷ്ണു അച്ഛൻ തന്നതെന്ന് വന്നിട്ട് ഒരറ്റത്ത് സത്യമോൾ പറയുന്നത്. അപ്പോൾ അല്ല വന്നിട്ട് ലാസ്റ്റ് പപ്പിമോൾ. അപ്പോൾ രണ്ടുപേർക്കും തമ്മിൽ എന്താണ് ഇത് ആർക്കാണ് ആ ചെറി എന്ന രീതി അടിയാണ്. അങ്ങനെ അടിയും കൂടിക്കൊണ്ട് രണ്ടുപേരും കൂടെ മേളത്തെ നിലയിലേക്ക് അങ്ങോട്ടേക്ക് ആ ഒരു ചെറിക്ക് വേണ്ടി പരസ്പരം എന്താണ് തമ്മി തല്ല് കൂടിക്കൊണ്ട് അങ്ങോട്ടേക്ക് ഓടുന്നതാണ് കാണിക്കുന്നത്. പക്ഷേ ഇതൊന്നും വീട്ടിൽ ആരും അറിയുന്നില്ല. അപ്പം കാർത്തികയും മധുരയും ചിന്തിക്കും ഇതിനകത്ത് രണ്ടിൽ ആര് കഴിച്ചാൽ ഇപ്പം എന്താ ആരെങ്കിലും ഒരാൾ അടിച്ച് പോയാൽ പോരെ എന്ന് അവിടെ എന്താണ് ഇവൾമാരെന്ന് ചിന്തിക്കുന്നതാണ്. വിഷ്ണുവോ ശാലിനിയോ ഒന്നും ഈ കാര്യം അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ മേളിൽ കയറിപ്പോയി നോക്കിയിട്ട് എന്നാൽ ഇതിനകത്ത് രണ്ടെണ്ണത്തെ ആരാ തീരുന്നെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ എന്ന സങ്കടത്തിനകത്താണ് ഇവിടെ ഈ കാർത്തികയും അതുപോലെ മധുരയും നിൽക്കുന്നത്. അപ്പോഴാണ് രോഹിത് എന്താണ് ആ മേളിൽ സ്റ്റെപ്പിൽ താഴേക്ക് ഇറങ്ങി വരുമ്പം ശ്യാമ കയറി പോവുകയാണ് അങ്ങോട്ട് സ്റ്റെപ്പിലേക്ക്. രോഹിത് കുഞ്ഞുങ്ങളെ കണ്ടോ? അപ്പോഴത്തേക്കും പറയും ദാ ആ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് തന്നെ ഓടുന്ന കണ്ടല്ലോ എന്ന് പറയുമ്പം രോഹിത് താഴെ ഇറങ്ങി വന്ന് ശ്യാമ എന്താണ് ആ കുട്ടികളുടെ പിറകെ തന്നെ പോകുന്ന കാണിക്കുക. അപ്പം കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിച്ചു, ആരാണ് ഇതിനകത്ത് ആ കേക്കിൻ്റെ ചെറിയ കഴിച്ചതെന്ന് ആ സമയം ഒന്നും കാണിക്കുന്നില്ല. പിന്നെ കാണിക്കുന്ന നേരെ എന്താണ് ശംഖ് പൊട്ടി കരയുമെന്നൊക്കെ പറഞ്ഞ് മധുശ്രീ എന്താണ് ഈ പറയുന്ന കാർത്തികയോട് സംസാരിച്ചുകൊണ്ട് നിന്ന മധുശ്രീ പെട്ടെന്ന് കാർത്തിക അവിടെ ഒറ്റയ്ക്കാക്കി നിർത്തിയിട്ട് നേരെ ശാലിനിയുടെ അടുത്തേക്ക് ചെന്നത്. അപ്പോൾ ശാലിനിക്ക് എന്താണ് ഇവളെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നെന്നുള്ള ദേഷ്യത്തിൽ ശാലിനി കഴിയുമ്പം ശാലിനിയോട് പറയുമോ എന്താ ശാലിനി നീ കണ്ടിട്ടൊരു പരിചയം പോലും ഇല്ലാത്ത പോലെ, ഒന്നുമില്ലെങ്കിൽ 6 വർഷത്തെ പരിചയം നമുക്കില്ലേ? അപ്പോൾ ശാലിനി പറയാം 6 വർഷമല്ല 60 വർഷത്തെ പരിചയം ഉണ്ടെങ്കിലും പാമ്പുകളെ എന്നും പേടിച്ചേ പറ്റത്തുള്ളൂ, അവരെ നല്ലപോലെ കുത്തി നോക്കിയാൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്ന് ശാലിനി പറയാം. ശാലിനി എന്തോ ശാലിനി നീ ഇപ്പം വീണ്ടും ഇത് തന്നെ സംസാരിക്കുന്നത്, നമ്മൾ തമ്മിൽ ഇനി എന്ത് ശത്രുതയുള്ളത്? നമ്മൾ തമ്മിലുള്ള ശത്രുത കഴിഞ്ഞില്ലേ? നീയും ഞാനും മത്സരിച്ച ഒരു മത്സരം വിഷ്ണു ഏട്ടനെ വേണ്ടിയിട്ടായിരുന്നു, ആർക്കാണ് വിഷ്ണുവിൻ്റെ താലി എന്ന രീതി. എന്തായാലും അവസാനിച്ചേ ഇപ്പം കപ്പടിച്ച ആളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് മണ്ണും ചാരി നിന്നവൾ ഇതേണ്ട പെണ്ണും കൊണ്ടുപോയ പോലെ അവൾ വിഷ്ണുവിനെയും കൊണ്ടുപോയി അവൾക്ക് തന്നെ കപ്പ് കിട്ടി. ഇനി നമ്മൾ തമ്മിൽ ഈ കാര്യം പറഞ്ഞാൽ എന്തിനാ അടി കൂടാൻ നിൽക്കുന്നത്? നമുക്ക് തമ്മിൽ ഇതിൻ്റെ ഒരു വഴക്കിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ അവളെ പരിചയപ്പെട്ട് കാർത്തിക അവൾ നല്ല പെണ്ണാണ്, നിന്നെ എന്നെയും പോലെയല്ല, നിന്നെ എന്നെക്കാളും തന്നെ വിഷ്ണുവേട്ടൻ നല്ല ചേരുന്ന പെണ്ണാണ്. പിന്നെ അനാഥാശ്രമത്തിലൊക്കെ വളർന്നുകൊണ്ട് സത്യാമ്മ ഉദ്ദേശിക്കുന്ന പോലെ എന്നും വീട്ടമ്മയായിരിക്കും. അതായത് കാരണം അവൾക്ക് നമ്മളെപ്പോലെ സിവിൽ സർവീസിൻ്റെ ഭാരമൊന്നും അവളുടെ തോളിയില്ലല്ലോ. അതുകൊണ്ട് അവൾ സത്യാമ്മ പറയുന്ന പോലെ തന്നെ ഒതുങ്ങിക്കും. എന്തുകൊണ്ടും നിന്നെയും എന്നെയും കാലമൊക്കെ തന്നെ വിഷ്ണുവിന് ഏറ്റവും ചെന്ന് കാർത്തിക തന്നെയാണ്. അപ്പോഴത്തേക്കും ശാലിനി വയ്ക്കും നീ ഇപ്പോഴാണോ കാർത്തികയെ പരിചയപ്പെട്ടത്? അത് ഇതിന് മുന്നേ ഒരു വട്ടം കണ്ടിട്ടുണ്ട്, അതൊരു പരിചയമല്ലോ, ഒരു വഴി ചോദിച്ചാൽ അതങ്ങ് പരിചയമോ ശാലിനി? നീ എന്താ പറയുന്നതൊക്കെ എനിക്ക് അറിയാമോ ശ്രീ, നിനക്ക് എത്ര പരിചയമുണ്ട് ഇല്ല എന്നുള്ള കാര്യമൊക്കെ ഒരു ദിവസം ഞാൻ ഇതെല്ലാം അറിയുമെന്ന് പറയുമ്പോഴത്തേക്കും മസ്റ്റർ പറയും അങ്ങനെയൊന്നുമില്ല ശാലിനി, ഇപ്പോഴാണ് എനിക്ക് അവളെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാനൊക്കെ പറ്റിയത്, അന്ന് ജസ്റ്റ് നമ്മൾ കണ്ടു അത്രയേ ഉള്ളൂ. പിന്നെ നീ എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, കാരണം നിനക്ക് എന്തും തീരുമാനിക്കാം, നിനക്ക് ഇപ്പോഴും ആ പഴയ ശത്രുത വെച്ചാണ് നീ പെരുമാറുന്നത്. ഞാൻ നിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചാൽ തന്നെ നമ്മൾ തമ്മിലുള്ള ശത്രുത ഒക്കെ തീർന്ന് ഇനി എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ തമ്മിൽ ഇനി എല്ലാം കഴിഞ്ഞു, ഇറ്റ്സ് ഓവർ എന്ന് പറഞ്ഞിട്ട് എന്താണ് തമ്മി കൈ കൊടുത്ത് നമുക്ക് എന്താണ് ഹാപ്പി ആയിട്ട് പിരിയാൻ വേണ്ട ഞാൻ നിന്നോട് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഒന്ന് സംസാരിച്ചേ. നിനക്കത് താല്പര്യമില്ലെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എനിക്കിത് പറഞ്ഞതിനകത്തെങ്കിലും എൻ്റെ സമാധാനം കിട്ടുവാനും ശാലിനി പറയും നിന്നെ എനിക്ക് നല്ലപോലെ അറിയാം മധുശ്രീ, നിന്നെ കൊണ്ട് അങ്ങനൊന്നും ഇരിക്കാൻ കഴിയത്തില്ല.
നിനക്കും കാർത്തികയും തമ്മിലുള്ള ബന്ധത്തിൽ എന്തോ സംതിങ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. അത് ഞാൻ കണ്ടുപിടിക്കുന്ന ദിവസം നിന്നെ തേടിയൊരു വരവുണ്ട്. നീ എവിടെ പോയി ഒളിച്ചിരുന്നാലും നിന്നന്ന് ഞാൻ തേടി കണ്ടടി. ആ ശാലിനി, എനിക്കതിനകത്ത് ഒരു പേടിയില്ല. ഞാൻ നിനക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് പിന്നെ പോരാതെ നീയല്ലേ ഇവിടുത്തെ ജില്ലാ കളക്ടർ. അപ്പം പോലീസും പട്ടാളവും ഇൻ്റലിജൻസും എല്ലാം നിൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. എന്തിനാ പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൈ വെച്ച് നിനക്ക് വേണമെങ്കിൽ CBI അന്വേഷണം വേണമെങ്കിൽ ഉത്തരവിടാമല്ലോ. അതുകൊണ്ട് നീ എന്തായാലും അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടെങ്കിൽ എൻ്റെ പിറകെ തന്നെ വരണമെന്നൊക്കെ മസ്രി ഭയങ്കര ധൈര്യത്തിൽ തട്ടിവിടുമ്പം ഷാലിനി അറിയാം, അതെ, വീട്ടിലെ എലിയെ ചുടാൻ വേണ്ടിയിട്ട് AK-47 എടുക്കേണ്ട കാര്യമില്ല. നിൻ്റെ കാര്യം തീരുമാനിക്കാൻ ശാലിനി മാത്രം മതി. അത് ജില്ലാ കളക്ടർ ശാലിനി വേണമെന്നില്ല. ഈ നാട്ടിലെ സാധാരണ പൗരനായ ഒരു ശാലിനിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ മസ്രി നിന്നെ ഒതുക്കുക. അപ്പോഴത്തേക്കും മസ്രി ചിന്തിക്കും, പൊട്ടി പാളിഷായി നിന്നാൽ ഇവളുടെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതൊരു അപാരത തന്നെയെന്ന് മസ്രി ചിന്തിക്കുക. അപ്പോഴത്തേക്ക് എന്താണ്, എന്തായാലും നമ്മൾ തമ്മിൽ ഇനി പ്രശ്നമൊന്നുമില്ല, നീ ഹാപ്പി ആയിട്ട് എന്തായാലും ശാലിനി ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുമ്പോഴത്തേക്കും ശാലിനി പറയാം, അതിന് ഇന്ന് എൻ്റെ ബർത്ത്ഡേ അല്ലല്ലോ. നിൻ്റെ ബർത്ത്ഡേ അല്ലെന്നറിയാം. ബർത്ത്ഡേ ആരെയാണെങ്കിലും ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു വിഷ് പറയാൻ പറ്റിയില്ലെങ്കിലോ, അതായത് ഇനി ഇങ്ങനത്തെ ഒരു ബർത്ത്ഡേ ആഘോഷം ഇല്ലെങ്കിലോ. അപ്പോഴത്തേക്കും ശാലിനിക്ക് ഒരു ഡൗട്ടുണ്ട്, ഇവളെന്തോ ചിന്തിക്കുന്നത്. അതായത് ഇപ്പം വിഷ്ണുവിൻ്റെ കല്യാണം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇങ്ങനെ വന്ന് സത്യമോക്കും അതുപോലെ പപ്പിമോക്കൊക്കെ ഒരുമിച്ച് 2 കുട്ടികളുടെ ബർത്ത്ഡേ ഒരുമിച്ച് ആഘോഷിക്കാനൊക്കെ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇനി ഇങ്ങനത്തെ ഒരു ബർത്ത്ഡേ ആഘോഷം കാണത്തില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ശാലിനി നേരെ താലി എടുത്ത് കാണിക്കും. ഇതേ വിഷ്ണുവിൻ്റെ എൻ്റെ കഴുത്തിൽ കെട്ടിത്തന്ന താലിയാണ്. ഇത് എത്ര ജന്മം എൻ്റെ കഴുത്തിൽ കിടക്കുന്നോ അത്രയും ജന്മം ഈ വീട്ടിൽ സത്യാമ്മയുടെ വീട്ടിൽ വെച്ച് തന്നെ ആയിരിക്കും 2 കുട്ടികൾ ഒരുമിച്ച് തന്നെ ബർത്ത്ഡേ ആഘോഷിക്കത്തുള്ളൂ മസ്രി. നിൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. കാരണം ആയുസ്സും ആരോഗ്യമൊക്കെ എന്ന് പറയുന്നതേ ദൈവം തരുന്നതല്ലേ. ഞാൻ ദൈവത്തിനോട് നല്ല പോലെ പ്രാർത്ഥിക്കാം, ആയുസ്സും ആരോഗ്യമൊക്കെ ആയിട്ട് നീ ആഗ്രഹിച്ച പോലെ തന്നെ ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എന്തായാലും ശാലിനി, നമുക്ക് തമ്മിൽ വഴക്കെല്ലാം ചെന്നിട്ട് മനസ്സിൽ ചിന്തിക്കുവാണ്, അതിന് ഇനി അടുത്ത ബർത്ത്ഡേ ആഘോഷിക്കാൻ ആ 2 കുരുപ്പകളും ഈ ഭൂമിപ്പുറത്ത് കാണത്തില്ലല്ലോടി. എങ്ങനെയാ ശാലിനി നീ അതൊക്കെ ആഘോഷിക്കാൻ പോകുന്നത്? എന്തായാലും കുറച്ച് കഴിയുമ്പോൾ നിനക്ക് അറിയാനുള്ളല്ലേ. തൽക്കാലം നീ അത് സന്തോഷിക്കുക, എന്നെ എന്താണ് തോൽപ്പിച്ചായിട്ടൊക്കെ വിചാരിച്ച് സന്തോഷിക്കുക. അപ്പോൾ ഇതൊക്കെ കണ്ടു നിന്ന് എന്താ ഇവർ സംസാരിക്കുന്ന അറിയാതെ പേടിച്ച് നിൽക്കുവാണ് ഈ കാർത്തിക. അപ്പോൾ ലാസ്റ്റ് എന്താണ് കൈ കൊടുത്ത് പിയാനായിട്ടാണ് മധുശ്രീ നോക്കുന്നത്. അപ്പോഴത്തേക്ക് ശാലിനി കൈ കൊടുക്കാനൊന്നുമില്ല. അപ്പം മധുശ്രീ എന്താ ലാസ്റ്റ് ചമ്മിയെ പോയി അവിടെ നിന്ന് പോവുകയാണ്. എന്നാലും ഇപ്പം ജയിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് മധുശ്രീ നിൽക്കുന്നത്. പിന്നെ കാണിക്കുന്ന അകത്താണ്. അപ്പോൾ അകത്ത് എന്താണ് സത്യഭാമ ആ വന്ന ഗസ്റ്റുകളായിട്ടുള്ള കുറേ സ്ത്രീകളോടൊക്കെ സംസാരിക്കുക. അപ്പോഴത്തേക്ക് രാഘവട്ടൻ അവിടെ ചുമ്മാ നിൽക്കുമ്പോഴത്തേക്കും സത്യമോളും പപ്പിമോളും മേളിൽ പോയില്ലേ, അവർ താഴേക്ക് ഇറങ്ങി എന്താണ് ഒരു കുലുക്കവും ഇല്ലാത്ത പോലെ, എന്താണ് ഒരു കുഴപ്പമില്ലാത്ത പോലെ കറക്റ്റായിട്ട് താഴെ വരിക. അപ്പം സത്യഭാമ ചോദിക്കുന്നുണ്ട്, എവിടെ ആയിരുന്നു ഇത്രയും നേരം ചോദിക്കുമ്പോഴത്തേക്കും ഒന്നും പറയില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായ സത്യഭാമ പറയുമ്പോഴത്തേക്കും കാർത്തിക മസ്രി അതിന് കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഒന്ന് കാർത്തിക ഭയങ്കര എന്താണ് എക്സൈറ്റ്മെൻറ്റ് ചോദിക്കുമ്പോൾ മസ്രി പറയാം, ഇപ്പോഴൊന്നും അറിയത്തില്ല, ഇപ്പം അവസാന നിമിഷമല്ലേ, ഇങ്ങനെ ഓടിച്ചാടിയൊക്കെ നടക്കും. അതിനുശേഷം എന്താണ്ട് കൈയും കാലും പോലും അനക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും. കുഞ്ഞുങ്ങളും കൂടെ അല്ലേ ഭയങ്കര എഫക്റ്റ് ആയിരിക്കും, നമ്മൾ കണ്ടറിയാതൊക്കെ പറഞ്ഞ് മധുശ്രീ പറയുമ്പോഴത്തേക്കും കാർത്തിക് എന്താണ് കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല, താൻ ഉദ്ദേശിച്ച പ്ലാൻ നടന്നത് മാത്രമേ ഉള്ളൂ എന്നുള്ളതിന് ഹാപ്പിക്കാ തന്നെ 2 അലവലാദികൾ നിൽക്കുന്നത്. അപ്പം കുട്ടികൾക്ക് ഇപ്പം എന്തോ സംഭവിക്കുന്നുള്ളത് തന്നെയാണ് കാർത്തിക് മധുശ്രീയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളല്ലേ, അവരാഗ്രഹിച്ച പോലെ അവസാനത്തെ പീസും അവർക്ക് ഇഷ്ടപ്പെട്ടത് കഴിച്ചിട്ടല്ലേ പോകുന്നത്. അവർ ജീവനോടുള്ളപ്പോഴും ജീവൻ അവസാനിക്കുമ്പോഴേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട് തന്നെ കൊടുക്കണമെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മളത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ബാക്കി തന്നെ കാണാമെന്ന് ഈ മധുശ്രീ കാർത്തികയോട് പറയുമ്പം കാർത്തിക് ചെറിയ ടെൻഷൻ എന്താകും എന്നുള്ള ടെൻഷൻ കാർത്തികയുടെ മുഖത്തുണ്ട്. അപ്പം വിഷ്ണു എല്ലാവരും ഹാപ്പിയായിട്ട് നിൽക്കുമ്പോഴാണ് സത്യാമ്മ എന്താണ് ഈ കുട്ടികൾ പറയുകയാണ്, എന്നാൽ ഞങ്ങൾ പോയി ഇനി തന്ന ഗിഫ്റ്റൊക്കെ തുറന്ന് നോക്കട്ടെ. അങ്ങനെ 2 കുട്ടികളും പോകുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ രാഘവൻ പറയുന്നത്, പിള്ളേ പോയി നിങ്ങൾ 2 പേരും കൂടെ പോയി കുഞ്ഞുങ്ങളെ സഹായിക്കുന്ന പറയുമ്പോൾ അവരും കൂടെ എന്താണ് കുട്ടികളുടെ അടുത്ത് തന്നെ ആ ഗിഫ്റ്റിന് വേണ്ടി സഹായിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ സത്യഭാമ പുതിയ അനൗൺസ്മെൻറ്റ് നടത്തുവാണ്. അത് ഭാര്യയായ കാർത്തികേനെ ഈ വന്ന ഗസ്റ്റുകൾക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കും. അതും ശാലിനിയുടെ തൊട്ട് മുന്നിൽ വെച്ച് തന്നെ. അപ്പോൾ വിഷ്ണുവിന് അത് അത്ര സഹിക്കുന്നില്ല. ആ പറയുന്ന കാർത്തിക്കും അത് അത്ര വലിയ സുഖിക്കുന്നില്ല. കാരണം നാളെ ഈ വീട്ടിൽ നിന്ന് മാറി ഹർഷനുമായിട്ട് ജീവിക്കേണ്ടതല്ലേ. അപ്പം ഇപ്പം നാട്ടിൽ പരിചയപ്പെടുന്ന ആരുടെ മുന്നിലും അങ്ങനെ വിഷ്ണുവിൻ്റെ ഭാര്യ എന്ന് താൻ അറിയുന്നതിനകത്ത് കാർത്തികയ്ക്ക് അത്ര താല്പര്യമൊന്നുമില്ല. അപ്പോഴത്തേക്ക് എന്താണ് അടുത്ത അനൗൺസ്മെൻറ്റാണ് പ്രാധാന്യം. അതായത് വിഷ്ണുവിൻ്റെയും കാർത്തികയുടെ മാരേജ് വളരെ സിമ്പിളായിട്ട് നടന്നത്. ഇനി അതൊന്നും പോരാ, വലിയ ഗ്രാൻഡായ രീതിയിൽ തന്നെ ഞാൻ 2 പേരെയും കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുക എന്ന് ഈ സത്യഭാമൻ പറയുന്നതും ശാലിനിയുടെ കണ്ണൊക്കെ എന്താണ് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റാതെ ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ച്, അതുപോലെ തന്നെ വിഷ്ണുവും കാർത്തികയൊക്കെ തന്നെ ഇങ്ങനൊരു കല്യാണം നടത്താൻ പോവുകയാണ് ഈ വീട്ടിൽ വെച്ച് തന്നെ എന്ന് പറയുമ്പം അടുത്ത ആഴ്ച തന്നെ അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്ന രാഘവേട്ടനും രോഹിതൊക്കെ ഈ സത്യാമ്മ എന്താണ് ഈ കാര്യം ഇതുവരെ വിടാറായില്ലേ എന്ന് എല്ലാവരും ചിന്തിച്ച് നിൽക്കുന്നതും ലാസ്റ്റ് ശാലിനി സത്യാമ്മ അങ്ങനെ നോക്കുന്നതും സത്യാമ്മ എന്താണ് ഞാൻ ജയിച്ചടി എന്ന മാറ്റി ശാലിനി തിരിച്ച് നോക്കുന്നതും കാണിച്ചാണ് ഇനി നെക്സ്റ്റ് എപ്പിസോഡ് എനിക്ക് എന്ന് പറയുന്നത്. ഇപ്പോഴും നമുക്ക് ആർക്കും അറിയത്തില്ല സത്യമോളും പപ്പിമോളും കൂടെ ആ ചെറിയുടെ പീസും കൊണ്ട് പോയിട്ട് അത് 2 പേരെ ആരെങ്കിലും അത് കഴിച്ചോ അതോ കഴിക്കാതെ 2 പേരും കയ്യിൽ നിന്ന് തറ വീണോ ഒന്നും നമുക്കറിയത്തില്ല. ഇത് കാണിച്ചാണ് ഇനി അടുത്ത എപ്പിസോഡിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. ഇതാണ് നെക്സ്റ്റ് കുടുംബശ്രീ ഷാദയുടെ ഫുൾ എപ്പിസോഡ് റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുക, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ
ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിന് കമൻസും ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ട കേട്ടോ. ബൈ.